ഇന്നത്തെ പ്രധാന വിഷയം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നതിനെ കുറിച്ചാണ് അല്ലേ. അതായത് നമ്മുടെ മന്ത്രി പറയുന്നത് മന്ത്രിനെ കഴുത്തിൽ പരിക്കേൽപ്പിച്ചു, പിന്നെ എവിടെയോ കയ്യിലെങ്ങാണ്ട് മാന്തി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കയ്യിൽ എന്തോ മുറിവും കാര്യങ്ങളൊക്കെ ഇവർ കാണിച്ചും തരുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം അല്ലേ, രാഹുൽ മാങ്കൂട്ടം ഇത് കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ട് പോലും അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാൻ, അദ്ദേഹം മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം നമ്മുടെ മന്ത്രിയായ വീണ ജോർജിന്റെ കള്ളത്തരം പൊളിച്ചത് നിമിഷങ്ങൾക്കകമാണ്. എന്തായാലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടം മന്ത്രി വീണ ജോർജ് പറഞ്ഞ കള്ളത്തരം പൊളിച്ചടക്കിയ നിമിഷങ്ങൾക്കകമാണ്. അദ്ദേഹം ആദ്യം തന്നെ ഫേസ്ബുക്കിൽ കുറച്ച് പോസ്റ്റുകളും മറ്റും ഷെയർ ചെയ്തു. ഇനി നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പുറത്തുവിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ പോസ്റ്റ്. ഈ പോസ്റ്റിൽ കൂടി തന്നെ അദ്ദേഹം ഒരു പിക്ചറും, അതായത് ഒരു വീഡിയോയും കൂടി പുറത്തുവിട്ടു. അതായത് യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ കൂടി അദ്ദേഹം പുറത്തുവിട്ടു. ഈ ദൃശ്യത്തിൽ എവിടെയാണ് നമ്മുടെ KSU പ്രവർത്തകർ നമ്മുടെ മന്ത്രി വീണ ജോർജിനെ ഉപദ്രവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിച്ചിരിക്കുന്നത്? ഇതിനുശേഷം മന്ത്രിക്ക് ഒരു ഫോൺ കോൾ വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അതായത് നമ്മുടെ മന്ത്രി വീണ ജോർജ് ആരോടൊക്കെയോ ഈ സംഭവം വിവരിക്കുന്നതായിട്ട്. അതിനുശേഷം നമ്മുടെ മന്ത്രി വീണ ജോർജ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ ICUയിൽ കിടത്തുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് സന്ദർശിക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. പിന്നെ പാർട്ടി പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല, മന്ത്രിക്ക് എന്താണ് പറ്റിയ അപകടം? KSU പ്രവർത്തകർ എങ്ങനെയാണ് മന്ത്രിയെ ഉപദ്രവിച്ചത്? ആ വന്ന ഫോൺ കോൾ ആരുടേതായിരുന്നു? ഇനി ആ വന്ന ഫോൺ കോൾ ആണോ നമ്മുടെ മന്ത്രിക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത്? അതായത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനും എല്ലാം പറഞ്ഞു കൊടുത്തത് ആ ഫോൺ കോൾ ആണോ? നമ്മൾ കണ്ട ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? നമ്മുടെ മന്ത്രി വീണ ജോർജ് അങ്ങോട്ട് ആക്രമിക്കാനായിട്ടാണ് ചെല്ലുന്നത്. അതിനെ പോലീസുകാരും മറ്റാൾക്കാരും കൂടി തടഞ്ഞു നിർത്താനും ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെ അടുത്ത് പോലും എത്തുന്നതായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നില്ല അല്ലേ. പിന്നെ എങ്ങനെയാണ്, പിന്നെ ആരാണ് നമ്മുടെ മന്ത്രി വീണ ജോർജിനെ ഇതുപോലെ ഉപദ്രവിച്ചു എന്ന് പിന്നെ എങ്ങനെയാണ് നമ്മൾ ജനങ്ങൾ വിശ്വസിക്കുന്നത്? നമ്മുടെ മന്ത്രി വീണ ജോർജ് പാർട്ടി പ്രവർത്തകർ ഉപദ്രവിച്ചു എന്ന് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ചാനലിൽ ഒരു ചാനലിൽ പോലും ഈ ദൃശ്യം കിട്ടിയിട്ടില്ല. ഈ ദൃശ്യം ഇനി കിട്ടിയിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഇനി അത് ആരെങ്കിലും പുറത്തു വിടാത്തതാണോ എന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഈ KSU പ്രവർത്തകർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണപക്ഷം ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ ഇറക്കുമെന്ന് തന്നെ നമ്മുടെ പ്രതിപക്ഷത്തിന് അറിയാവുന്നതാണ്. നമ്മുടെ KSU പ്രവർത്തകർ എന്ത് ചെയ്തു? അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു വീഡിയോ പിടിച്ചിരിക്കുന്നു അല്ലെ. ഈ തെളിവില്ലായിരുന്നെങ്കിൽ നമ്മളടക്കം വിശ്വസിച്ചായിരുന്നു നമ്മുടെ മന്ത്രി വീണ ജോർജിനെ പ്രതിപക്ഷം, അതായത് KSU പ്രവർത്തകർ ഉപദ്രവിച്ച് എന്ന് അല്ലെ. ആദ്യം ഞാനൊരു പിക്ചർ കാണിക്കാം. ഇതിൽ കാണിക്കുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് KSU പ്രവർത്തകർ കയ്യിലൊരു പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പരിക്ക് നമ്മൾ വേറൊരു വീഡിയോയിലും കൂടി കണ്ടിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. ഈ മുറിവ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം OP ബ്ലോക്ക്, അതായത് നമ്മുടെ കോഴഞ്ചേരിയിലെ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ ഈ മുറിവ് എവിടെ നിന്ന് വന്നു? ഈ കാണുന്ന മുറിവ് ഇപ്പോൾ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്ന ഈ മുറിവ് ഒന്നല്ലേ? എനിക്ക് തോന്നുന്നത് ഈ പ്രവർത്തനത്തിൽ KSU പ്രവർത്തകർ എന്തായാലും വീണ ജോർജ് മാഡത്തിന്റെ അടുത്തെങ്ങും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് മാഡത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്ന ആരുടെയെങ്കിലും കൈകൊണ്ട് അബദ്ധത്തിൽ ഈ മുറിവിൽ ഒന്നും കൂടി ഒന്ന് പരിക്കേറ്റിട്ടുണ്ടാകാം, അതായിരിക്കാം സംഭവിച്ചത്. അതുപോലെ തന്നെ ഈ മാഡം പറയുന്ന പോലെ കഴുത്തിന് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ ഉണ്ടായതായിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു പോസ്റ്റും കൂടി നമ്മുടെ ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീണ ജോർജ് മന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ KSU പ്രവർത്തകർക്കെതിരെ നിയമ നടപടി ഉടനടി ആരംഭിച്ചു കഴിഞ്ഞു. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി വീണ ജോർജിനെതിരെ വധശ്രമത്തിന് കേസ്, 5 പേർ അറസ്റ്റിൽ, അങ്ങനെയൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ KSU പ്രവർത്തകർ മുൻകൂട്ടി ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഈ വീഡിയോസ് പിടിച്ചത് കൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലെത്തി. ഇത് ഒരു മാധ്യമങ്ങളിലും എത്തിയില്ല എന്നാണ് അത്ഭുതം.
അതിന്റെ ഇടയ്ക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ്, മികച്ച മന്ത്രിയല്ല മികച്ച നടി എന്നാണ് നമ്മുടെ മന്ത്രി വീണ ജോർജിനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഉപമിച്ചിരിക്കുന്നത്. ഇതെല്ലാം കണ്ടു നിന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്കും ഇത് തന്നെയാണ് തോന്നിയത്. അല്ലേ, രാഹുൽ മാങ്കൂട്ടം പുറത്തായാൽ എന്താ, ഇതെല്ലാം കാണുന്നുണ്ട് കക്ഷി. പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് അദ്ദേഹം ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പാർട്ടിക്ക് അകത്തായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം ഈ ഭരണപക്ഷം ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നേനെ. എന്തായാലും നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് നല്ല ബുദ്ധി തോന്നി രാഹുൽ മാങ്കൂട്ടത്തിന് ഉടനടി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ തോന്നട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഭരണപക്ഷത്തിന്റെ നാടകം, അതായത് ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭരണപക്ഷത്തിന്റെ ഈ നാടകങ്ങളൊക്കെ എന്തായാലും പൊളിച്ചടക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ബാക്കിയുള്ള ആൾക്കാരും ജനങ്ങളും എല്ലാവരും കൂടി തന്നെ.